ലേണിംഗ് ഡിസോർഡറിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ലേണിംഗ് ഡിസോർഡർ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സാധാരണ കുട്ടിയെ പോലെ അവർക്ക് പഠനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ടല്ലോ, അത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ അവർക്ക് ബ്രെയിനിൽ സാധിക്കാതെ വരുന്നതാണ് ലേണിംഗ് ഡിസോർഡറിന് കാരണമായി തീരുന്നതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലേ തന്നെ എല്ലാവരും വ്യത്യസ്തമായ രീതിയിലാണ് പഠിക്കുന്നത്. ഇപ്പം ഞാൻ പഠിച്ചതുപോലെയല്ല എൻ്റെ മകൻ പഠിക്കുന്നത്. ഞാൻ ഉറക്ക വായിച്ച് പഠിക്കുന്ന ഒരാൾ. ഇപ്പോഴും എനിക്ക് പഠിക്കണമെങ്കിൽ ഉറക്ക വായിച്ച് പഠിക്കണം. പക്ഷേ എൻ്റെ മകൻ നോട്ട് പുസ്തകത്തിൽ നോക്കി ഇങ്ങനെ കണ്ടുപിടിച്ചിരുന്ന് വായിച്ച് പഠിക്കുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ എനിക്ക് ദേഷ്യം വരും, നിനക്ക് എന്താണ് ഉറക്ക വായിച്ച് പഠിച്ചാൽ എന്ന് ഞാൻ അവനോട് ചോദിക്കായിരുന്നേ. അപ്പം അല്ലെങ്കിൽ തന്നെ എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ പഠിക്കുകയും വ്യത്യസ്തമായ രീതിയിൽ അത് സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ഒരു സാധാരണ കുട്ടികളാണെങ്കിൽ പോലും. അങ്ങനെ വ്യത്യസ്തമായ പഠന രീതികളുണ്ട്. പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിസോർഡർ എന്ന് ഇപ്പം പറയാൻ പാടുള്ളൂ. ലേണിംഗ് ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് നോർമലായിട്ട് അവർക്ക് ബ്രെയിൻ പ്രോസസ്സിങ് നടക്കത്തില്ല. പഠനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അത് ബ്രെയിനിൽ നോർമലായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടത്തില്ല. അതിൽ ബ്രെയിനിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ് അതിനകത്ത് കാരണമായിട്ട് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് ഈ പഠനത്തിൽ ഗ്യാപ്പ് ഉണ്ടാകുന്ന ആളുകളുണ്ട്, അവരെ ലേണിംഗ് ഡിസോർഡറായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ചില ഫാമിലി മാറ്റേഴ്സോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കാരണം കൊണ്ടോ പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നവരുണ്ട്, പഠിക്കാൻ സാധിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരെയും ഈ ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ലേണിംഗ് ഡിസോർഡർ ആണ് എന്ന് ഫൈനലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പൊരു സൈക്കോളജിസ്റ്റിനെ കുട്ടിയെ കാണിക്കണം. അതായത് അദ്ദേഹമാണത് സർട്ടിഫൈ ചെയ്യേണ്ടത്. അതിനുശേഷം ലേണിംഗ് ഡിസോർഡർ ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആ കുട്ടിക്ക് സാധിക്കും. ഒരു വലിയ ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വാസ്റ്റായിട്ടുള്ളൊരു മേഖലയാണ് ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഞാൻ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യാൻ പോയ സമയത്ത് അതിനകത്തിൽ റിസർച്ച് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോയത്. അല്ലാതെ ഞാനൊരു സ്കൂളിൽ ഇൻറ്റേൺഷിപ്പിന് പോയത്. എൻ്റെ നാട്ടിലൊരു സ്കൂളിൽ ഇൻറ്റേൺഷിപ്പിന് പോയപ്പോൾ ഞാൻ 8 കുട്ടികളെ ഡിസോർഡർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനുണ്ടായിരുന്നു. കാരണം അതിൻ്റെ കാരണം എന്താ, അതായത് ഫാമിലി മാറ്റേഴ്സ് ആണോ, ഫാമിലി മാറ്റേഴ്സ് ആണെങ്കിൽ ഇവരെ ബ്രെയിൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന കുറവുകൊണ്ട് ലേണിംഗ് ഡിസോർഡർ ആണെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും. പക്ഷെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. പഠനത്തിലെ ഗ്യാപ്പ് വരുന്നത് പേരൻസിന് ശ്രദ്ധിക്കാൻ പറ്റാതെ ബേസ് ഇല്ലാത്ത കുട്ടികൾ, ഇവരൊന്നും ഡിസോർഡർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല.